കുറിച്ച് കുറച്ച് അവർക്ക് വായിക്കണം ഉണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. ചില അസുഖങ്ങള് അല്ലെങ്കിൽ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില മെഡിസിൻ ഒക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് ആർട്ടിക്കിളും കൂടെ സെലക്ട് ചെയ്തിട്ട് അതും കൂടെ ഇപ്രാവശ്യം അതിൻ്റെ കൂടെ. അല്ല, ഇപ്പൊ നിങ്ങളെങ്ങനെ ഈ ഹയർ ചെയ്ത് കൊണ്ടുവരുന്ന ഇപ്പൊ സംസ്കൃതത്തിന്റെ ടീച്ചേഴ്സിനെ അല്ലെ ഇപ്പം മലയാളത്തിന്റെ ദർശനയൊക്കെ എങ്ങനെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ്? ഇവരെങ്ങനെ നാട്ടിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുമോ? എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്? മലയാളം തന്നെ ഏത് ഫോറിൻ ലാംഗ്വേജ് അഡീഷണൽ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് അവരുടെ GPA അവരുടെ കരിക്കുലത്തിൽ അവരുടെ GPA ബൂസ്റ്റ് ചെയ്യും. അതായത് ആ ഒരു ടീനേജിന്റെ പ്രായം കഴിഞ്ഞ് കുറച്ച് പക്വത വന്നു കഴിയുമ്പോൾ നമ്മളെ റൂട്ട് തേടി പോകാനുള്ള ഒരു താല്പര്യം പിള്ളേർക്കുണ്ടാവുന്നു. അവരുടെ ഇപ്പം മദർ ടങ് അല്ലെ പേരൻസിന്റെ മദർ ടങ് അല്ലെ ഗ്രാൻഡ് പേരൻസിനോട് ഫാമിലിയോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് ഈ ലാംഗ്വേജ് ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ വരുമ്പം ആണ് പിള്ളേർ ഇതിലേക്ക് തിരിച്ചു വരുന്നത്. സംസ്കൃതം കുറച്ചുകൂടെ വലിയൊരു സബ്ജക്ട് തന്നെയാണ് ഇവിടെ. സംസ്കൃതത്തിന് പ്രധാനമായിട്ടും 3 അധ്യാപകർ തന്നെയുണ്ട്. അറ്റ് സം പോയിന്റ് അവരൊരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു പോയിന്റിൽ അവരുടെ ഒരു റൂട്ടിലോട്ട് അവർ തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ ഉണ്ട്. അതായത് എന്റെ എക്സ്പീരിയൻസ്, ഞാൻ ഒരുപാട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് കുറച്ച് ഒരു സങ്കടകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും കിട്ടിയതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. കാരണം 2019 മുതല് ടെക്സസിലുള്ള എല്ലാ സ്കൂളുകളിലും, അതായത് UTയുടെ കീഴിലുള്ള ഹൈസ്കൂൾ സിസ്റ്റമാണ് ഈ ക്രെഡിറ്റ് ബൈ എക്സാം ടെക്സസിൽ നടത്തുന്നത്. ക്രെഡിറ്റ് ബൈ എക്സാം വഴി സ്റ്റുഡൻസിന് മറ്റ് ലാംഗ്വേജുകൾ, ഈസ്റ്റ് ഏഷ്യൻ ലാംഗ്വേജുകൾ അതിലുണ്ട്. ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, ഇതിലൊക്കെ അവർക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ അവർക്ക് ഈ ക്രെഡിറ്റ് ബൈ എക്സാമിന്റെ എക്സാം എടുത്തിട്ട് അതിന്റെ സ്കൂൾ ക്രെഡിറ്റ് അവർക്ക് നേടാൻ പറ്റും. നമസ്കാരം, വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു ഗസ്റ്റ് ഡോക്ടർ ദർശന മനയത്ത്. ദർശനയാണെങ്കിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ഓസ്റ്റിൻ അല്ലേ, ഓസ്റ്റിനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് UTA എന്ന് പറയുന്ന അവിടുത്തെ ഏഷ്യൻ സ്റ്റഡീസിന്റെ കീഴിലുള്ള മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പൊ അമേരിക്കയിൽ ഇങ്ങനെ മലയാളം പഠിപ്പിക്കുന്ന പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പം ആ പല യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അപ്പൊ ദർശനെ, വെൽക്കം ടു വാക്കി ടോക്കി. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ഓസ്റ്റിനിലൊക്കെ? അവിടെ നല്ല ചൂടാണല്ലോ അല്ലേ? ഹോസ്റ്റലിലെ സമ്മർ നല്ല ചൂടാണ്. പക്ഷെ ഇപ്പം ഇത്തിരി കുറഞ്ഞു വരുന്നു. തണുപ്പിലോട്ട് പോകാൻ പതുക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ തണുപ്പില്ലല്ലോ. എത്ര നാളായി ഓസ്റ്റിന് വന്നിട്ട്? നേരെ ഇപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് വരികയായിരുന്നോ? എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? പിന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞ്. ഞാനിപ്പോ വന്നിട്ട് 11 വർഷം ആകുന്നു. ഞാൻ 2014 ഇവിടെ വന്നത്. ജോലിയായിട്ട് തന്നെ ഇവരെ ഹയർ ചെയ്ത് വന്നതാണ്. അങ്ങനെ എത്തി. വേഗം തന്നെ വരാൻ വന്നു. അത് ശരി. നിങ്ങളുടെ ഈ ഏഷ്യൻ സ്റ്റഡീസിൽ എന്ന് പറയുമ്പം ഈ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ഇൻ ഓസ്റ്റിൻ, അപ്പൊ അവിടെ എത്ര ഏഷ്യൻ സ്റ്റഡി, എത്ര സബ്ജക്റ്റുകൾ ഉണ്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്? ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ ഏഷ്യൻ ലാംഗ്വേജസ് ഉള്ളത്. അത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ ആയിട്ട് 2 സെക്ഷൻ ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഏഷ്യൻ സ്റ്റഡീസ് ആണ്. അപ്പൊ സൗത്ത് ഏഷ്യയിലെ ഇപ്പം നമുക്കുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഹിന്ദി, ഉറുദു, സാൻസ്ക്രിറ്റ്, പിന്നെ മലയാളം. മറ്റൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു, തമിഴ്, ബംഗ്ല, തെലുഗു ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഏകദേശം പൂർണ്ണമായിട്ട് നിന്നുപോയി. കുട്ടികളെ കിട്ടാത്തതുകൊണ്ടാണോ ശരിക്കും മറ്റുള്ള ലാംഗ്വേജുകൾ സ്റ്റഡീസ് നിന്നു പോകുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഞാൻ അതിന്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ്റെ അകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇത്രയും ഈ ഒരു പ്രോഗ്രാം നാഷണൽ വൈഡ് ആക്ച്വലി ഇപ്പൊ ഉള്ളത്. ഓസ്റ്റിൻ ക്യാമ്പസിൽ ഇവിടെ തന്നെയാണ്. യുപിനിലൊക്കെ ഉണ്ടായിരുന്നു. യുപിനിൽ ഇപ്പോഴും ഉണ്ട് ആക്ച്വലി. പക്ഷെ ചെറിയ പ്രോഗ്രാം ആണ്. കുട്ടികൾ വരുവാണെങ്കിൽ അവർ ആ പ്രോഗ്രാം റൺ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല. ഒരു ഫസ്റ്റ് ഇയേഴ്സ്, ഒരു നോവൈസ് ലെവലോ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലോ അങ്ങനെയൊക്കെ കാണാറുള്ളൂ. പിന്നെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും നിലച്ചുപോയി. എന്നാലും ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് ഈ 60കൾക്ക് ശേഷമാണ് കുടിയേറ്റം തുടങ്ങുന്നത്. 70കളിലോടാണ് കുടിയേറ്റം കുറച്ചുകൂടെ പീക്കിലേക്ക് എത്തുന്നത്.
നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 600,000 മലയാളികൾ ഇന്നിപ്പോൾ അമേരിക്കയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് കണക്കെടുക്കാൻ പറ്റാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത വരുന്ന പ്രശ്നം യൂണിവേഴ്സിറ്റി മറ്റേ നമ്മുടെ കോൺസുലേറ്റും ഒക്കെ ആയിട്ടുള്ള കണക്കുകൾ കൂടാതെ ലീഗൽ അല്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പം ഈ വിസ സ്റ്റാറ്റസ് ഒക്കെ മാറി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കണക്ക് കിട്ടിയല്ല. എന്നാലും നമ്മുടെ ഈ ഒരു മലയാളം ഭാഷ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഈ മലയാളം ഭാഷ പഠിക്കുന്ന എത്ര പേരുണ്ട്? എങ്ങനെയാണ്, എന്തൊക്കെ കോഴ്സുകളാണ് അവർ പഠിക്കുന്നത്? അതെങ്ങനെ ഒരു മലയാളം ഭാഷ നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതാണോ, അതോ മറ്റുള്ള സബ്ജക്റ്റുകളുടെ കൂടെ പഠിക്കുന്നതാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം? ഇവിടെ മലയാളം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1981-ലാണ്. 1981, അതായത് ഒരു 45-44 വർഷം മുമ്പാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിൽ. അതെ, ഒരു അരനൂറ്റാണ്ടാകാൻ പോകുന്നു ഇവിടെ. അവിടെയൊക്കെ ആ സമയത്തൊക്കെ മലയാളികൾ ഓസ്റ്റിനിൽ കുടിയേറിയിട്ടുണ്ടായിരുന്നോ? കാരണം അന്നത്തെ അന്ന് എനിക്ക് തോന്നുന്നു മലയാളികളെക്കാളും കൂടുതൽ ഇവിടെ ഉള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ അതെ, അതിനു മുമ്പ് തന്നെ 81 തുടങ്ങിയത് ഡോക്ടർ റോഡ്നി മോഗ് എന്ന് പറയുന്ന ഒരു അന്ധനായ ഒരു പ്രൊഫസറായിരുന്നു. ഇവിടുത്തെ തന്നെ ഒരു വൈറ്റ് അമേരിക്കൻ ആയിട്ടുള്ള ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ മലയാളം സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 13 ഭാഷകൾ അറിയാവുന്ന അദ്ദേഹത്തിന് മലയാളമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ അന്നത്തെ ശിഷ്യനാണ് ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർ, ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർ. അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കുന്നത്. അപ്പം ഈ അന്ന് തുടങ്ങി ഇന്ന് വരെ മലയാളം പ്രോഗ്രാം ഒരു പ്രശ്നമില്ലാതെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് 2014 ഞാൻ വരുമ്പം ഇവിടെ ഒരു ബിഗിനർ ലെവലും പിന്നെ ഇന്റർമീഡിയറ്റ് ലെവലും മാത്രമായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അന്ന് പിന്നെ ഒരു റിസർച്ച് സ്റ്റുഡന്റും ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 1 ഇയറും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത്രയായിരുന്നു ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ ബിഗിനർ ലെവല്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് ലെവല് 2 years വരെ, അതായത് ഏകദേശം 4 years വരെ കുട്ടികൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ സമ്മറില് നമ്മുടെ ഒരു 2019 തൊട്ട് സമ്മർ പ്രോഗ്രാമും ഓഫർ ചെയ്ത് തുടങ്ങി. സമ്മർ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്, യൂണിവേഴ്സിറ്റിയുടെ കോഴ്സായിട്ട്. അത് പക്ഷേ ഹൈസ്കൂൾ ജൂനിയർ സീനിയർ മുതൽ മറ്റ് യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന സ്റ്റുഡൻസിനും അവർക്കെല്ലാം ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതും ഇപ്പൊ നന്നായിട്ട് നടന്നു വരുന്നുണ്ട്. അത് പക്ഷേ ഒരു ഫസ്റ്റ് ഇയർ ബിഗിനർ ലെവലും ഇന്റർമീഡിയറ്റ് ലെവലും മാത്രമാണ് ഇപ്പൊ ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിപ്പിക്കുമ്പം ഇപ്പൊ ഈ വരുന്ന കുട്ടികൾ മലയാളികൾ തന്നെയാണോ, അതോ മറ്റുള്ള ലാംഗ്വേജുകളുള്ള മറ്റുള്ള എത്നിസിറ്റിയിലുള്ള ആൾക്കാരും പഠിക്കാൻ വരുന്നുണ്ടോ? ഒരു 96% കുട്ടികൾ നമ്മുടെ മലയാളി കുട്ടികൾ തന്നെയാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള മലയാളി കുട്ടികൾ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവരുണ്ട്. അതിനകത്ത് നോൺ കേരളൈറ്റ്സ് ആയിട്ടുള്ള, അതായത് മറ്റ് ഇന്ത്യൻ ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവിടുത്തുകാര് ഉണ്ട്. എന്റെ ക്ലാസ്സില് സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വൈറ്റ് അമേരിക്കൻ ആയിട്ടുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കരിക്കുലം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്? ഈ കരിക്കുലം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്ഷരമാല തൊട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു തുടങ്ങണ്ടേ? അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്? അതായത് ബിഗിനർ ലെവലിൽ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് റഷ്യൻ ഒക്കെ പഠിപ്പിക്കത്തില്ലേ, റഷ്യൻ, ഫ്രഞ്ച്, ജർമ്മൻ ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ മലയാളം മാത്രമല്ല, ഈ ലാംഗ്വേജ് എല്ലാം ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മള് 1 തൊട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് ലെറ്റേഴ്സ്, മാർക്കേഴ്സ്, പിന്നെ ഈ ഗ്രാമർ, ബേസിക് ഗ്രാമർ, ഇത്രയും തന്നെ. അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ ലെറ്റർ എല്ലാം ഫിനിഷ് ചെയ്യണം ഇതെല്ലാം. പിന്നെ ഗ്രാമർ അങ്ങനെ തുടങ്ങി. ഒരു ഇന്റർമീഡിയറ്റ് വരുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ഒരു റീഡിങ്, അതായത് കുറച്ച് ആർട്ടിക്കിൾസ്, ന്യൂസ് ആർട്ടിക്കിൾസ്, പിന്നെ ചെറിയ ചില സ്റ്റോറീസ് അങ്ങനെ തുടങ്ങി. പക്ഷെ അഡ്വാൻസ് ലെവലിൽ വരുമ്പം കുട്ടികളുടെ അടുത്ത് ഒരു സജഷൻ ചോദിക്കും, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് അത് പഠിപ്പിക്കുന്ന ആള് തന്നെയാണ് സിലബസും എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം ഡ്രാമയാണ്. അപ്പൊ 2 ഡ്രാമ വരെ നമ്മൾ ചെയ്യത്തുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ ക്ലാസ്സിൽ അഡ്വാൻസ് ലെവലിലെ സ്റ്റുഡൻസിൽ കൂടുതൽ കുട്ടികളും
മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പൊ അവര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ആയുർവേദത്തെ കുറിച്ച് കുറച്ച് അവർക്ക് വായിക്കണം ഉണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. ചില അസുഖങ്ങള് അല്ലെങ്കിൽ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില മെഡിസിൻ ഒക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് ആർട്ടിക്കിളും കൂടെ സെലക്ട് ചെയ്തിട്ട് അതും കൂടെ ഇപ്രാവശ്യം അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതിനോട് ചേർത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഈ പിള്ളേരുടെ ഈ എത്ര ഇയർ ഇവർ കണ്ടിന്യൂ പഠിക്കുന്ന അനുസരിച്ചാണോ ഇതിന്റെ ക്രെഡിറ്റ് തീരുമാനിക്കുന്നത്? ഇവർക്ക് എത്ര ക്രെഡിറ്റ് വരുന്നു എന്നുള്ളത്? ക്രെഡിറ്റ് ഇപ്പൊ ഈ വരുന്ന എല്ലാ കുട്ടികളും പല ഗോളുകളോട് കൂടിയാണ് വരുന്നത്. ഇപ്പം ഫോറിൻ ലാംഗ്വേജ് റിക്വയർമെന്റ് ഉള്ള ചില സബ്ജക്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ അത് ആ റിക്വയർമെന്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു 1.5 വർഷം അല്ലെങ്കിൽ ഒരു മാക്സിമം 2 വർഷം, ചിലർ 1 വർഷം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കും. അങ്ങനെയുള്ള ലക്ഷ്യത്തിൽ വരുന്ന കുട്ടികളുണ്ട് ഇതേ ക്ലാസ്സിൽ തന്നെ. അത് കൂടാതെ പിന്നെ മലയാളം ഒരു മൈനർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മേജറോ അല്ലെങ്കിൽ തേർഡ് മേജറോ കൂടെ ആഡ് ചെയ്യുന്ന കുട്ടികളും ഇതേ ക്ലാസ്സിലുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിന്റെ അകത്ത് മലയാളം തന്നെ ഏത് ഫോറിൻ ലാംഗ്വേജ് അഡീഷണൽ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് അവരുടെ GPA അവരുടെ കരിക്കുലത്തിൽ അവരുടെ GPA ബൂസ്റ്റ് ചെയ്യും. എപ്പോഴും ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ അവരുടെ ഫ്യൂച്ചറിൽ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് അത് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഏത് ഫീൽഡിലുള്ളവർക്ക്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ സംസ്കൃതം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണോ, നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത്, അതോ എങ്ങനെയാണ് സംസ്കൃതം പഠിപ്പിക്കുന്നത്? സംസ്കൃതം കുറച്ചുകൂടെ വലിയൊരു സബ്ജക്ട് തന്നെയാണ് ഇവിടെ. സംസ്കൃതത്തിന് പ്രധാനമായിട്ടും 3 അധ്യാപകർ തന്നെയുണ്ട്. അത് ശരി. ആ ഒരു സബ്ജക്റ്റിന് തന്നെ 3 അധ്യാപകരുണ്ട്. ഹിന്ദിക്കുണ്ട്, പിന്നെ ഉറുദുവിനും ഉണ്ട്. ഉറുദുവിന് 2 അധ്യാപകരുണ്ട്. മലയാളത്തിന് ഞാൻ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ല, ഇപ്പൊ നിങ്ങളെ എങ്ങനെ ഹയർ ചെയ്ത് കൊണ്ടുവരുന്നത്? ഇപ്പൊ സംസ്കൃതത്തിന്റെ ടീച്ചേഴ്സിനെ അല്ലെ ഇപ്പം മലയാളത്തിന്റെ ദർശനയൊക്കെ എങ്ങനെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ്? ഇവരെങ്ങനെ നാട്ടിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുമോ? എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്? ഇവിടെ ഇപ്പൊ സംസ്കൃതത്തിനുള്ളതിന്റെ അകത്ത് ആരും ഇന്ത്യക്കാരില്ല. ഓക്കെ. ഒരു വളരെ പ്രത്യേകത ഉള്ളത് തന്നെയാണ് അത്. പിന്നെ അത് കൂടാതെ മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആരുമില്ല. പിന്നെ ഹിന്ദിക്ക് തന്നെ ഇന്ത്യക്കാരുമായിട്ടുള്ള പ്രൊഫസേഴ്സും ഉണ്ട്. പിന്നെ ഒരു സ്പാനിഷ് പ്രൊഫസർ ഉണ്ട് ഹിന്ദി പഠിപ്പിക്കുന്നത്. ശരി. അപ്പൊ ഈ സംസ്കൃതം പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ഒക്കെ ഏത് എത്നിസിറ്റിയിലുള്ളവരാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഡോക്ടർ ഡൊണാൾഡ് ഡേവിസ്, അദ്ദേഹം നമ്മുടെ അദ്ദേഹം അമേരിക്കക്കാരൻ തന്നെയാണ്. പിന്നെയുള്ള സംസ്കൃതത്തിന്റെ ഒരാള് ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു പ്രൊഫസറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഒരു പെർമനന്റ് പ്രൊഫസറാണ് സംസ്കൃതത്തിന്റെ തന്നെ. അവര് തായ്ലൻഡിൽ നിന്നുള്ളവരാണ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ സംസ്കൃതമൊക്കെ പഠിച്ചിട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുകയെന്ന് പറയുമ്പോൾ അവര് നാട്ടിലൊക്കെ പോയി വളരെ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടുത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇപ്പം സംസ്കൃതം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്ക് ദ്രാവിഡ ഭാഷകൾ, അതായത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു ഒക്കെ പഠിക്കാനായിട്ട് വളരെ എളുപ്പമുണ്ടല്ലോ ഈ സംസ്കൃതത്തിന് അറിയാവുന്ന ആൾക്കാര്. അപ്പൊ ഈ പ്രൊഫസർമാർക്ക് മറ്റു ലാംഗ്വേജുകളും അറിയാവോ? നമ്മളെ മലയാളമൊക്കെ അവർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എങ്ങനെയാണത്? മലയാളം അറിയാവുന്നത് നമ്മുടെ ഡേവിസ് സാറിന് മാത്രമാണ് മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പക്ഷെ അദ്ദേഹത്തിന് തമിഴും പിന്നെ ഹിന്ദിയും, ബ്രോക്കൺ ഹിന്ദി അതും അറിയാം. പിന്നെ മറ്റു 2 പ്രൊഫസേഴ്സിനും തമിഴുമായിട്ടും പിന്നെ ഹിന്ദി അങ്ങനെ കുറച്ചും കൂടെ മറ്റു ലാംഗ്വേജുകളും കൂടെ അറിയാം. അതായത് ഇപ്പൊ സംസ്കൃതം എടുക്കുമ്പോഴ് അവര് മറ്റേതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജ് കൂടെ അതിൻ്റെ അകത്ത് ഒരു പ്രാവീണ്യം നേടുന്നുണ്ട്. ശരി. ഓക്കെ. ഇത് ഈ നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അറിയാമല്ലോ, ഇന്ത്യയിൽ ഇത്ര ലാംഗ്വേജുകളുണ്ട്. പക്ഷെ ഇപ്പം നോർത്ത് ഇന്ത്യൻ, ഗുജറാത്തി, പഞ്ചാബി അല്ലെങ്കിൽ ഹിന്ദി, ഈ മറ്റുള്ള വേർഷനിലുള്ള ആൾക്കാർ അവരുടെ കുട്ടികൾ സാധാരണ അവരുടെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുകയും അവർ ആ കൾച്ചറൊക്കെ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ മലയാളി കുട്ടികൾക്ക് പൊതുവെ നമ്മളൊക്കെ എത്രമാത്രം വീട്ടിൽ മലയാളം ഭാഷ പറഞ്ഞ് അവർ മലയാളം പഠിക്കട്ടെ എന്ന് വളരെ എഫേർട്ട് എടുത്ത് നമ്മൾ തിരിച്ചാലും അവരൊക്കെ അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ റെയറായിട്ട് ഇപ്പൊ ചർച്ചിലൊക്കെ ഈ മലയാള സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾ ആണ് അവർ പഠിക്കുന്നത്. പൊതുവെ നമ്മുടെ പിള്ളേർ മലയാളം പഠിക്കുന്നതിന് ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അതെന്താണ്? ഇപ്പൊ മറ്റുള്ള കമ്മ്യൂണിറ്റിയും നമ്മൾ ഈ മലയാളികൾ തമ്മിലുള്ള എന്നാണത് ഒരു ഫീൽ? ഒരു പ്രൊഫസർ എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ ദർശനിക്ക് എങ്ങനെയാ അതിനെ കുറിച്ച് തോന്നുന്നത്? എന്താണ് അതിന്റെ ഒരു റീസൺ?
ഇത്രയും നാളും പഠിപ്പിച്ചപ്പോഴേ എന്റെ ക്ലാസ്സിൽ എപ്പോഴും നന്നായിട്ട് മലയാളം സംസാരിക്കും, നമ്മളെ പോലെ തന്നെ മലയാളം സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആദ്യം ഞാൻ വന്ന കാലത്ത് വിചാരിച്ചു, കാരണം എന്റെ അറിവില് ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പൊ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ എങ്ങനെ ക്ലാസ്സിൽ വന്നെന്ന്, അവർ നാട്ടിൽ നിന്ന് വന്നതാണോ എന്ന് ഞാൻ സംശയിച്ചു. ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവർ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കുട്ടികളാണ്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം, നമ്മളെ പോലെ സംസാരിക്കും, പക്ഷെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. അപ്പം ഞാൻ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞത് വീട്ടില് മലയാളം സംസാരിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. പിന്നെ മറ്റു കുട്ടികള് ഈ ക്ലാസ്സില് ഒന്നും അറിയാതെ, അതായത് ശരിക്കും സീറോ ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. അവർക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ തന്നെ അത് കേട്ടാലൊക്കെ മനസ്സിലാവും, പക്ഷെ അത് റിപ്ലൈ ചെയ്യാൻ അറിയാത്ത കുട്ടികൾ തന്നെയുണ്ട്. കുറെ ആൾക്കാർക്ക് മനസ്സിലാവും, പറയുന്ന എല്ലാം മനസ്സിലാവും, പക്ഷെ ഒട്ടും റിപ്ലൈ ചെയ്യാൻ അറിയത്തില്ല, ചിലർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഞാൻ ഇത്രയും നാളത്തെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത്, അറ്റ് സം പോയിന്റ് അവരൊരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു പോയിന്റിൽ അവരുടെ ഒരു റൂട്ടിലോട്ട് അവർ തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ ഉണ്ട്. അപ്പോഴാണ് അവരുടെ വീട്ടിൽ പോലും അറിയത്തില്ല അവരിങ്ങനെ മലയാളം ഇവിടെ പഠിക്കുന്നുണ്ടെന്നുള്ളതോ. അവർ പിന്നീട് വീട്ടില് വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് അവര് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗ്രീറ്റിംഗ്സ് എഴുതുക, പിന്നെ പേരൻസിനോട് ചെറുതായിട്ട് സംസാരിക്കുക. അന്നേരമാണ് പേരൻസ് തന്നെ അറിയുന്നത് ഇവര് മലയാളം പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പക്ഷെ ഈ കുട്ടികളോട് ഞാൻ സംസാരിക്കുമ്പം ഇവർക്ക് തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അതേപോലെ തെലുങ്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഉള്ള കൂട്ടുകാരുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടുകാര് അവരെന്ത് ഭാഷയാണ് തമിഴ് സംസാരിക്കുന്നത്? അവര് സംസാരിക്കുന്നത് തമിഴ് തന്നെയാണ്, തെലുങ്ക് തന്നെയാണ്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ജനറലി എന്തിനാ മലയാളം ഇവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താ, അവരിവിടെയല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു നേച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പക്ഷെ കുട്ടികൾ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് അവരുടെ പേരൻസ് തമ്മിൽ സംസാരിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് സംസാരിക്കുമ്പോഴേ അവരുടെ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ എല്ലാം മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ കുട്ടികൾക്ക് അപ്പോൾ കുറച്ച് സ്ട്രഗിൾ, അവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ടീനേജിന്റെ പ്രായം കഴിഞ്ഞ് കുറച്ച് പക്വത വന്നു കഴിയുമ്പോൾ നമ്മളെ റൂട്ട് തേടി പോകാനുള്ള ഒരു താല്പര്യം പിള്ളേർക്കുണ്ടാകുന്നു. അവരുടെ ഇപ്പം മദർ ടങ് അല്ലെ പേരൻസിന്റെ മദർ ടങ് അല്ലെ ഗ്രാൻഡ് പേരൻസിനോട് ഫാമിലിയോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് ഈ ലാംഗ്വേജ് ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ വരുമ്പം ആണ് പിള്ളേർ ഇതിലേക്ക് തിരിച്ചു വരുന്നത് അല്ലേ? അപ്പൊ ശരിക്കും ഇപ്പൊ ഇതുവരെ എത്ര കുട്ടികളെ മലയാളം പഠിപ്പിച്ചു ദർശന ഇവിടെ അമേരിക്ക വന്നതിന് ശേഷം? ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പം ആദ്യമായിട്ട് അന്നേരം ചേർന്ന സ്റ്റുഡൻസ് 9 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറി ഇപ്പോൾ 20-ലധികം സ്റ്റുഡൻസ്. അതായത് നമ്മുടെ ലാംഗ്വേജിന്റെ ക്യാപ്ലോക്ക് എന്ന് പറയുന്നത് 20 ആണ്. എന്നിട്ട് കഴിഞ്ഞ വർഷം 27 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തപ്പോ അവരെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവരെ എല്ലാരെയും എടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ നമ്പേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഒരു അക്കാഡമിക് ഇയറിൽ ഏകദേശം ഒരു 60-ലധികം സ്റ്റുഡൻസ് ഒരു അക്കാഡമിക് ഇയറിൽ മലയാളം ക്ലാസ്സിലുണ്ട്. ഉണ്ടല്ലേ? അപ്പം ഈ ശരിക്കും ഈ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് ഓസ്റ്റിൻ ക്യാമ്പസിൽ അല്ലാതെ മറ്റുള്ള ഇപ്പം നിലവില് മലയാളം പ്രോഗ്രാമുകൾ നടക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഈ ചിക്കാഗോയും ഫിലാഡൽഫിയയിലുമാണോ? അത് കണ്ടിന്യൂസ് അല്ലാതെ എന്നാലും നടക്കുന്ന ക്യാമ്പസുകൾ അതാണോ? യുപെന്നില് മാത്രമേ ഉള്ളൂ, ഫിലാഡൽഫിയല്ല, യുപെന്നില് മാത്രമേ ഉള്ളൂ, പെൻസിൽവാനിയ. യുപിൻ ഐവി ലീഗ് ലിസ്റ്റിൽ വരുന്ന കോളേജ് അല്ലേ, യൂണിവേഴ്സിറ്റി അല്ലേ, ഐവി ലീഗിൽ വരുന്നതല്ലേ? അവിടെ മാത്രമാണ് ഉള്ളത്. പക്ഷെ അവിടുത്തെ ആ പ്രോഗ്രാം തീരെ ചെറുതാണ്. പിന്നെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നത് കുറെ വർഷം, എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുമ്പ് തന്നെ അത് അവര് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് തന്നെ പോയി. അത് ഇനിയും എനിക്ക് പിന്നെ അതേപോലെ എനിക്ക് ഈ മലയാളി കമ്മ്യൂണിറ്റി അസോസിയേഷനുകളുമായിട്ട് കുറച്ച് അടുപ്പം ഉണ്ട്. അപ്പം ഈ ഷിക്കാഗോയിലുള്ള അസോസിയേഷനുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചപ്പോ അവർക്കൊന്നും അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈവൻ ഓസ്റ്റിനിൽ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന ആ സമയത്ത് സ്റ്റുഡൻസിനും നല്ല താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു കൾച്ചറൽ എവന്റ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങുക മലയാളം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ. അങ്ങനെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട്
നമ്മൾ ഓണം അതേപോലെ ചില സെമിനാറുകൾ അങ്ങനെ ചില കൾച്ചറൽ ഇവന്റുകളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യും. ചെറിയൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യും. നമ്മൾ പറയത്തില്ലേ 5 അപ്പം കൊണ്ട് 5000 പേരെ കൂട്ടിയെന്ന്, അതേപോലെ ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് പതുക്കെ വന്നപ്പോ പിന്നെ കുറച്ച് ഇന്റർവ്യൂസ്, പിന്നെ കുറച്ച് ന്യൂസിലൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനാണ് ആളുകൾ ഇങ്ങനെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ റീച്ച് ഔട്ട് ചെയ്യാതെ വരുന്നത് ഈ പ്രോഗ്രാംസ് പലയിടത്തും നിന്നു പോകുന്നതിന് കാരണമായിട്ടുണ്ട്. ചില ന്യൂയോർക്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എന്നോ നിന്നുപോയി. അല്ല, പല യൂണിവേഴ്സിറ്റികളിലും ഈ പല കാലഘട്ടത്തില് പലരും പ്രോഗ്രാമുകൾ ഇപ്പൊ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ അല്ലാതെയും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ പല അസോസിയേഷൻ നേരിട്ട് ഈ പറഞ്ഞ പോലെ മലയാളം സ്കൂളുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വർഷങ്ങളായിട്ട് 10, 40, 50 വർഷമായിട്ട് നടക്കുന്ന മലയാള സ്കൂളുകളുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഏകീകൃത ഭാവമില്ല. അപ്പൊ ഇത് അതാത് സ്ഥലത്തെ ആൾക്കാരുടെ താല്പര്യം കൊണ്ട് മലയാളം അങ്ങനെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ സർക്കാരിന് തന്നെയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു മലയാളം സൊസൈറ്റി അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഉള്ള ചില പരിപാടി പ്രോഗ്രാമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ ഇതിനെയൊക്കെ ഏകീകരിക്കുകയോ ചെയ്യാനുള്ള ഒരു എഫേർട്ടൊന്നും ഗവൺമെന്റിന്റെ തലത്തിൽ, നമുക്കറിയാലോ, സർക്കാർ തലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് തമിഴ് ഭാഷ പഠിപ്പിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഈ തമിഴ്നാട് സർക്കാർ മറ്റുള്ള സർക്കാരുകളും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് വളരെ പ്രൗഡാണ് അവരുടെ ലാംഗ്വേജ്. മലയാളത്തിന് അത്രയും ഇല്ല എന്ന് ദർശനയ്ക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? അതൊരു നല്ല ചോദ്യം തന്നെയായിരുന്നു. ഒന്ന്, ഇപ്പം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും റിച്ചസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അതേപോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അവിടെ ഹാർവാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ശരിയാണെങ്കിൽ 3 വർഷമാണ് ആയിന്ന് തോന്നുന്നു, അവര് 6 മില്യൺ ആണ് അവിടെ ഒരു ചെയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 6 മില്യൺ അവർ റേസ് ചെയ്തിട്ട് അവർ തുടങ്ങിയത് തന്നെ ഒരു തമിഴ് ചെയർ പ്രോഗ്രാം ആണ്. അപ്പം അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ, അതേപോലെ മറ്റു 2 യൂണിവേഴ്സിറ്റികളിലും കൂടെ ഉണ്ട് ചെയർ പ്രോഗ്രാം. പിന്നെ പക്ഷെ മൊത്തത്തില് ഇപ്പൊ ഇവിടുത്തെ ലാംഗ്വേജ് ഏകദേശം തമിഴ് പ്രോഗ്രാം നിന്നുപോയി എന്ന് പറയാം. അതല്ലാതെ ഇവിടുത്തെ 5 യൂണിവേഴ്സിറ്റികളോ 5-6 യൂണിവേഴ്സിറ്റികളാണെന്ന് തോന്നുന്നു ഇവിടെ തമിഴ് പ്രോഗ്രാം ഉള്ളത്. പക്ഷെ മലയാളത്തിന് ഞാൻ കുറച്ച് വർഷം മുമ്പ് അതായത് ഞാനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയറും ഇവിടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് ഒരു മലയാളത്തിന് ഒരു ചെയർ പ്രോഗ്രാം, അപ്പൊ അതുകൊണ്ട് കുറെ ബെനിഫിറ്റ്. ഒന്ന്, സ്റ്റുഡൻസിന് സ്കോളർഷിപ്പുകൾ കൊടുക്കുക എന്നുള്ളത്, പിന്നെ അതേപോലെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം, പിന്നെ സെമിനാറുകൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറച്ചും കൂടെ വിശാലമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഡിപെൻഡന്റ് പ്രോഗ്രാം ആക്കി എടുക്കാം എന്നുള്ള ഒരു ചിന്തയില് ഞങ്ങളൊരു ചെയർ പ്രോഗ്രാമിന്റെ പ്ലാൻ ഒക്കെ ചെയ്തെങ്കിലും സക്സസ് ആകാൻ പറ്റിയില്ല. ഒന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടെങ്കിലും എന്തിന് മലയാളം എന്നുള്ള ഒരു ക്വസ്റ്റ്യനെ തന്നെ അവരൊന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത്രയും ഒരു സപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല. പിന്നെ ഗവൺമെന്റ് വളരെ വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മുടെ ഈ ടെക്സസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഏകദേശം നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ അത്രയും വലിപ്പം വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പം ഹ്യൂസ്റ്റൺ, ഡാളസ്, സാൻ ആന്റോണിയോ, ഓസ്റ്റിൻ, ഈ 3-4 സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലും ഡാളസിലും ഒക്കെ വലിയ ഒരു കമ്മ്യൂണിറ്റിയാണുള്ളത്. അവിടെ ഇപ്പൊ മലയാളി അസോസിയേഷന് ഒരു പൂരപ്പറമ്പ് തന്നെയാന്ന് പറയാം. അനവധി മലയാളി സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഈ നാഷണൽ സംഘടനകൾ, ഫൊക്കാന, ഫോമ പോലെയുള്ള മറ്റ് സംഘടനകളുടെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ പല കാലഘട്ടങ്ങളിലും ഈ ഹ്യൂസ്റ്റണിലും ഡാളസിലും ഒക്കെയുള്ള ഭാരവാഹികളായിരുന്നു. എനിക്ക് ഓസ്റ്റിനിലെ ആ ഒരു പോപ്പുലേഷന്റെ ഒരു സ്ട്രെങ്ത് എനിക്ക് അത്ര അറിയത്തില്ല. എങ്കിൽ കൂടിയും ഓസ്റ്റിനിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു സഹകരണം നമ്മുടെ ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് അല്ലെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് ഇല്ല എന്നാണ് ദർശനം പറയുന്നത്. അതില്ല, അത്ര സപ്പോർട്ട് ഇല്ല. ഞാൻ ഈ വലിയ സംഘടനകളിലെ മലയാളി ഇപ്പൊ നാഷണൽ വൈഡ് ആയിട്ടുള്ള വലിയ സംഘടനകളെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അങ്ങനെ അതായത് എന്റെ എക്സ്പീരിയൻസ്, ഞാൻ ഒരുപാട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് കുറച്ച് ഒരു സങ്കടകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും കിട്ടിയതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു.
അല്ല, അപ്പൊ ഈ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി, ഈ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ പറയും ഓണം, വിഷു, നമ്മുടെ സാംസ്കാരിക തനിമ ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ സമൂഹത്തിലേക്ക്, മറ്റുള്ള സമൂഹങ്ങളിലേക്ക് കൊടുക്കണമെങ്കിൽ 2000 വർഷത്തെ ചരിത്രം നമ്മുടെ നാടിന് തന്നെ ഉണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെങ്കിൽ കൂടിയും ഈ ഒരു സാംസ്കാരിക തനിമ നമ്മുടെ അടുത്ത കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഭാഷ, ലാംഗ്വേജ് ആൾക്കാർ പഠിക്കുക എന്നുള്ളത്, നമ്മുടെ പുതിയ തലമുറ പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ മലയാളികളുടെ തലമുറ വളരെ പുറകോട്ടാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് പറയുമ്പോൾ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ ഗവൺമെന്റ് ഒക്കെ കുറച്ചുകൂടെ മുൻവിധി എടുത്താൽ, കുറച്ചുകൂടെ താല്പര്യം എടുത്താൽ, മറ്റേ ഈ തമിഴ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആ സർക്കാരൊക്കെ കാണിക്കുന്ന ഒരു എൻത്യൂസിയാസം, അവരുടെ ഒരു താല്പര്യം, അത് നമ്മുടെ ഈ സർക്കാരും എടുക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ എന്ത് ചെയ്യണമെന്നാണ് ഒരു പ്രൊഫസർ എന്ന നിലയിൽ ദർശനിക്ക് തോന്നുന്നത്? തമിഴിന്റെ ഞാൻ ഇവിടെ തന്നെ ഇപ്പോഴത്തെ ചെയറിന് മുമ്പുണ്ടായിരുന്ന ചെയർ എന്നെ ഇന്റർവ്യൂ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് പ്രൊഫസർ മാർത്ത സെൽവിയ. അപ്പം അത് ഞങ്ങളുടെ ചെയർ ആയിരുന്നു. അവര് തമിഴ് ലിറ്ററേച്ചറിലാണ് അവര് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ളത്. അവരാണ് ഇപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചെയർ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പം അതിനു മുമ്പ് ഞാൻ മാമിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പം അവരുടെ തമിഴ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു വലിയ സപ്പോർട്ട് ഉണ്ട്. കൂടാതെ ഗവൺമെന്റിൽ നിന്ന്, അതായത് തമിഴ്നാട് ഗവൺമെന്റിൽ നിന്നുള്ള ഒരു നല്ല ഫണ്ട് റേസിങ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം വീണ്ടും ഞാനും അതേപോലെ ഞങ്ങളുടെ ചെയറും വീണ്ടും ഞങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗവൺമെന്റുമായിട്ടും അതേപോലെ ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും കേരള ഗവൺമെന്റുമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്നും കൂടെ അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ കമ്മ്യൂണിറ്റി ഒന്നും കൂടെ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാമെന്നുള്ളതും കൂടെ ചിന്തിക്കുന്നുണ്ട്. അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സംഘടനകൾ പലരും ഈ ചെറിയ ഈ എന്നാ വെച്ചാൽ ഒരു സൂപ്പർഫിഷ്യലായിട്ട് ഈ ഒരു ന്യൂസ് കൊടുക്കാൻ വേണ്ടി മാത്രം ഭാഷയ്ക്ക് $1 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ പ്രോഗ്രാം പ്രധാനപ്പെട്ട സംഘടനകൾ നടത്തുക എന്നുള്ള വഴി കാര്യമായിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചൊരു ആശയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇപ്പൊ ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു രാജ്യത്ത് ഇത്രയും സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷെ അങ്ങനെയുള്ളിടത്ത് എന്തിനാ അങ്ങനെ ഒരു സർക്കാർ പൈസ മുടക്കുന്നു എന്നുള്ള ധാരണ കൊണ്ടായിരിക്കും ഗവൺമെന്റ് ഒന്നും ആ രീതിയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഇത് പകർന്നു നൽകാനായിട്ടൊരു സിവിൽ സർവീസ്, ഒരു IASകാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു മിഷൻ കാര്യമായ പ്രവർത്തനം നടത്തേണ്ടതാണ്. കാരണം അതിനൊക്കെ ചെറിയ ഒരു ഫണ്ട്, ഇപ്പം നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ആയുർവേദം പഠിപ്പിക്കാൻ, യോഗയ്ക്കൊക്കെ ധാരാളം ഫണ്ടുകൾ നൽകുന്നുണ്ട്. അവർ പ്രോഗ്രാം നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ യോഗ ദിനത്തിലും ഇവിടെ വന്ന് യോഗ, കാരണം ഇത് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് മെർജ് ചെയ്യാനും നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ ആൾക്കാർക്ക് തന്നെ, കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോഴാണ്. പൊതുവെ ഇപ്പൊ അമേരിക്കയിലാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എഴുത്തുകാര്, മലയാള ഭാഷയിൽ എഴുതുന്നവര്, മാധ്യമങ്ങള്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഈ എന്നാ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നവർക്കൊന്നും ഒരു പ്രതിഫലം ഇല്ലാതെ, അവരാരും ഈ പറഞ്ഞ പോലെ മൾട്ടി മില്യണേഴ്സ് ഒന്നുമല്ല. അപ്പൊ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. അപ്പം നിങ്ങളെപ്പോലെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ അതിന് കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കുക. ശരിക്കും നിങ്ങൾക്ക് ഇതിനകത്തൊരു സപ്പോർട്ട് ഈ സംഘടനകൾക്ക് കിട്ടിയില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ സംഘടനകളുടെ അല്ലെ മലയാളി അസോസിയേഷന്റെ ഒരു പൂരപ്പറമ്പാണ്. അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഇപ്പൊ ഞാൻ പറയാം, പല സ്ഥലങ്ങളിലും മലയാളം സ്കൂളുകൾ ഈ അസോസിയേഷന്റെ ഭാഗമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അല്ലെ മലയാളം പഠിക്കണം എന്നുള്ള പിള്ളേരെയൊക്കെ പഠിപ്പിക്കാനായിട്ട്, അതായത് നമ്മൾ പറയല്ലേ പ്രൈവറ്റ് ട്യൂഷനായിട്ട് വല്ലതും ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? 2019 നമ്മൾ കുറെ പ്രോജക്റ്റുകൾ പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നമ്മളിത് രേഖപ്പെടുത്തേണ്ടതെന്ന് തോന്നുന്നു. കാരണം 2019 മുതൽ ടെക്സസിലുള്ള എല്ലാ സ്കൂളുകളിലും, അതായത് UTയുടെ കീഴിലുള്ള ഹൈസ്കൂൾ സിസ്റ്റമാണ് ഈ ക്രെഡിറ്റ് ബൈ എക്സാം ടെക്സസിൽ നടത്തുന്നത്. ക്രെഡിറ്റ് ബൈ എക്സാം വഴി സ്റ്റുഡൻസിന് മറ്റ് ലാംഗ്വേജുകൾ, ഈസ്റ്റ് ഏഷ്യൻ ലാംഗ്വേജുകൾ അതിലുണ്ട്, ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, ഇതിലൊക്കെ അവർക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ അവർക്ക് ഈ ക്രെഡിറ്റ് ബൈ എക്സാമിന്റെ എക്സാം എടുത്തിട്ട് അതിന്റെ ക്രെഡിറ്റ്, സ്കൂൾ ക്രെഡിറ്റ് അവർക്ക് നേടാൻ പറ്റും. ഇപ്പൊ 2019 നമ്മളും ആദ്യമായിട്ട് ഇന്ത്യൻ ലാംഗ്വേജിൽ, എനിക്ക് തോന്നുന്നു സൗത്ത് ഏഷ്യൻ ലാംഗ്വേജിൽ ആദ്യം നമ്മൾ മലയാളമാണ് കൊണ്ടുവന്നത്. മലയാളം നമ്മൾ 4 ലെവൽ വരെയുള്ള എക്സാം എടുത്തിട്ട് കുട്ടികൾക്ക് സ്കൂൾ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും, അവരുടെ സ്കൂൾ വഴി എടുക്കാൻ പറ്റും. അങ്ങനെ സ്റ്റുഡൻസ് ഇപ്പം 19 മുതൽ ഇങ്ങോട്ട് കുട്ടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്.
19 അല്ല, സോറി, ഈ 2021 കോവിഡ് കഴിഞ്ഞതിന് ശേഷം. അതെ, കോഡിന്റെ കോഡ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തന്നെ. അതിനെ ആദ്യം വന്നത് മലയാളമാണ്. ആ മലയാളത്തിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ മോഡലാക്കിയിട്ട് ഇപ്പം ഹിന്ദിയും തമിഴും വന്നിട്ടുണ്ട്, ബംഗ്ലാ ലാംഗ്വേജും വന്നിട്ടുണ്ട്, തെലുങ്കും വന്നു. അപ്പം അത്രയും നമ്മള് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ മലയാളം പ്ലേസ്മെന്റ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പല അസോസിയേഷനുകളും അതേപോലെ ചർച്ചുകള്, അമ്പലങ്ങള് മലയാളം ക്ലാസ്സുകൾ അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഹൈസ്കൂളിലോട്ടൊക്കെ എത്തിയിട്ടുള്ള സ്റ്റുഡൻസിന് അവര് എഴുതാനും വായിക്കാനും ഒക്കെ നല്ലതായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പ്ലേസ്മെന്റ് എക്സാം, അതായത് ഒരു സർട്ടിഫിക്കേഷൻ ആണ്, ഒരു പ്രൊഫഷ്യൻസി ടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് പാസ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് അവരുടെ കരിക്കുലത്തിലോട്ട് അല്ലെങ്കിൽ അവരുടെ ഫയലിൽ അവർക്ക് ആഡ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് കരിക്കുലം ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അതും നമ്മളൊരു വെബ്സൈറ്റ്, യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മളൊരു മലയാളത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുവഴി ഫ്രീ ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോഴ്സസ് ഒക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ഇപ്പൊ എനിവേ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് അറ്റ് ഓസ്റ്റിൻ എന്ന നിങ്ങളുടെ ഈ ഏഷ്യൻ സ്റ്റഡീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. കാരണം ഈ കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഔട്ട്റീച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇപ്പൊ നിങ്ങളിത് പബ്ലിക്കായിട്ട് ഇപ്പൊ ദർശനെ പോലുള്ള ഒരാൾക്കാർ ഇങ്ങനെ ഇതിനെ ഒരു അംബാസഡർ ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, പബ്ലിക്കായിട്ട് വന്നെങ്കിൽ മാത്രമേ ഈ ഇവിടുത്തെ സംഘടനകളൊക്കെ എന്താണ് ചെയ്യുന്നത് അവരെ കൊണ്ടൊക്കെ ഈ രീതിയിൽ സഹകരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മുടെ ഗവൺമെന്റിനോട് തന്നെ നമുക്ക് സംസ്കാരം ഉള്ള ഒരു സാംസ്കാരിക വകുപ്പ് വേണമല്ലോ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യണ്ടേ. അപ്പം അതിനൊക്കെയുള്ള ഒരു ഉത്തേജനമായിട്ട് മാറട്ടെ. എനിവേ ദർശനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. നമസ്കാരം.